നേതൃമാറ്റത്തിൽ പരസ്യമായി പൊട്ടിത്തെറിച്ച് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതോടെ സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുമെന്ന് ഉറപ്പായി. ഇനി വരാനിരിക്കുന്ന പുനഃസംഘടനയിലും കാര്യങ്ങൾ കോൺഗ്രസിന് അത്ര എളുപ്പമാകില്ല. ഞാനിവിടെ ഒരു ഇലക്ഷൻ്റെ എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് നിൽക്കുന്നതാണ്. ഏറ്റവും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും കഠിനമായ പ്രവർത്തനം ബൂത്ത് തല പ്രവർത്തനമാണ്. ആ ബൂത്ത് തല പ്രവർത്തനത്തിൻ്റെ മെക്കാനിസം എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റായി നമ്മൾ വെച്ചിട്ടുണ്ട്. അതെന്നെ അതിലിടയ്ക്ക് എന്നെ മാറ്റിയത് കൊണ്ടുള്ള നിരാശ എനിക്കില്ല. പാർട്ടിക്ക് തോന്നിയ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാർക്കുമല്ല, അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് കെ സുധാകരൻ്റെ സേവനം മാത്രം മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനിക്ക് സമ്മതമാണ്. ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചതേയില്ല. കെ സുധാകരനെ നിർബന്ധിച്ച് മാറ്റിയത് തന്നെയാണ് എന്നാണ് സുധാകരന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെതിരെയും വിമർശനമുന്നയിച്ച കെ സുധാകരൻ കടുത്ത അസംതൃപ്തിയിലാണ് എന്ന കാര്യം വ്യക്തമാണ്. KPCC DCC ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനിരിക്കെ കെ സുധാകരന്റെ ഈ പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. തുറന്നു പറയുന്നതിന് മുമ്പ് നേതാക്കളോട് സംസാരിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇത്രയും കാലം കൂടെ നിന്ന കെ മുരളീധരൻ പോലും പറയുന്നത്. ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത കെ സുധാകരൻ പരസ്യമായി അറിയിച്ചത് ശക്തമായ സമ്മർദ്ദമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കണ്ണൂർ DCC പ്രസിഡന്റിനെ മാറ്റരുത് എന്ന സുധാകരന്റെ നിലപാട് വരും ദിവസങ്ങളിൽ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.